ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച തന്നെയാണ്. ഹുദൈബിയ സന്ധിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പ്രവാചകൻ്റെ അടുത്തേക്ക് ഖുറൈശികൾ ഓരോ ദൂതന്മാരെ അയച്ച് അവരുടെ ആഗമനോദ്ദേശം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതും അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ചെന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ആ വ്യക്തി പങ്കുവെക്കുന്ന ആ ഒരു സാഹചര്യത്തിലുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് അരങ്ങേറിയ നാടകീയ രംഗങ്ങളുമൊക്കെ നമ്മൾ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വായിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പഠനാർഹമായ രൂപത്തിൽ മാത്രം മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളുടെ വസ്തുത ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് 1400 വർഷങ്ങളായി പൗരോഹിത്യവർഗം ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്ത് സുഖലോലുപതയിൽ ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ചരിത്ര സംഭവങ്ങളുടെ വസ്തുത മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്രങ്ങളുടെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം മനസ്സിലാക്കലുകളിൽ നിന്ന് ലഭിക്കുന്ന തിരിച്ചറിവുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ശാന്തിയും സമാധാനത്തോടു കൂടി നയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം എന്താണെന്ന് വായിക്കാം. ഖുറൈശികളുടെ പ്രതിനിധിയായി ഹുലൈസ് എന്ന് പറയുന്ന വ്യക്തി വന്നതാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഈ ഹുലൈസ് തൻ്റെ അഭിപ്രായ പ്രകടനം ഖുറൈശികളോട് നടത്തുകയുണ്ടായി. ഈ ഹുലൈസിൻ്റെ അഭിപ്രായ പ്രകടനം ഖുറൈശികളിൽ കഠിനമായ നീരസമുളവാക്കി. വിവരമില്ലാത്ത ഒരു നാടനെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവർ നിസ്സാരക്കാരനാക്കി. അദ്ദേഹത്തിൻ്റെ ഉപദേശം അവഗണിച്ചു തള്ളി. സ്വാഭാവികമായും ഹുലൈസ് ദേഷ്യപ്പെട്ടു. തീർത്ഥാടകരെ മതാനുഷ്ഠാനത്തിൽ നിന്ന് തടയാനല്ല താൻ സഖ്യം ചെയ്തിട്ടുള്ളതെന്ന് അവരോട് തുറന്നടിച്ചു. മുഹമ്മദിനെ പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്ത പക്ഷം താനും തൻ്റെ ഗോത്രവും മക്ക വിട്ടു പോകുമെന്ന് ഭീഷണിപ്പെടുത്തി. അത്തരമൊരു നടപടിയുടെ ഭവിഷ്യത്തിനെക്കുറിച്ച് ഖുറൈശികളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഹുലൈസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് കണ്ട കാഴ്ചകൾ, പ്രവാചകനും സഹാബത്തും ഉംറയുടെ വേഷങ്ങൾ ധരിച്ച് അതേപോലെ തന്നെ ബലിമൃഗങ്ങളെ തയ്യാറാക്കി നിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ഖുറൈശികളായിട്ടുള്ള ബഹുദൈവാരാധകരായിട്ടുള്ള അറബികൾ അനുഷ്ഠിക്കുന്ന ഉംറ നിർവഹിക്കാനാണ് പ്രവാചകനും സ്വഹാബികളും വന്നിട്ടുള്ളത് എന്ന് തനിക്ക് കിട്ടിയ ബോധ്യം, അല്ലെങ്കിൽ താൻ നേരിൽ കണ്ട കാഴ്ച ഖുറൈശികളുടെ അടുത്ത് പോയി പങ്കുവച്ചു. എന്നാലും ഖുറൈശികൾക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഹുലൈസിനെ അവർ വേണ്ട വിധത്തിൽ പരിഗണിക്കാതിരിക്കുകയും ചെയ്തു. അതിൽ ക്ഷുഭിതനായാണ് ഹുലൈസ് എന്ന് പറയുന്ന വ്യക്തി ഖുറൈശികളോട് താൻ നാട് വിട്ടു പോകുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. ഇനി അടുത്ത പ്രതിനിധിയായിട്ട് ഖുറൈശികൾ അയക്കുന്ന ആള് ഉർവ ബിൻ മസ്ഊദ് എന്ന് പറയുന്ന വ്യക്തിയെയാണ്. വിശ്വസ്തരും സംശയാതീതമായ നിഗമനം നൽകാൻ സാധിക്കുന്നവരുമായ മറ്റു വല്ലവരെയും അയക്കുന്നതിനെക്കുറിച്ച് പിന്നീട് ഖുറൈശികൾ ആലോചിച്ചു. അവർ ഉർവ ബിൻ മസ്ഊദിനെ സമീപിച്ചു. തനിക്ക് മുമ്പ് അയച്ച ദൂതന്മാരോട് ഖുറൈശികൾ സ്വീകരിച്ച പരുക്കൻ സമീപനം അദ്ദേഹം കണ്ടതാണ്. ഇത് ഉർവക്ക് മനപ്രയാസമുണ്ടാക്കരുതെന്ന് കരുതി അതേക്കുറിച്ച് ഖുറൈശികൾ അദ്ദേഹത്തോട് ഒഴികഴിവുകൾ ബോധിപ്പിച്ചു. ഹുലൈസ് എന്ന് പറയുന്ന വ്യക്തിയാണ് തൊട്ടു മുമ്പ് മധ്യസ്ഥനായിക്കൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് ഖുറൈശികൾ അയച്ചത്. അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ആ ഒരു രീതി ഖുറൈശികൾ മടങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ആ ഒരു സംഭവമൊന്നും ഉർവക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഉർവ തൻ്റെ ആ അഭിപ്രായം, തൻ്റെ ആ ഒരു അസംതൃപ്തി അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവത്തിലും അഭിപ്രായ സുബുദ്ധതയിലും തങ്ങൾ പൂർണ്ണ സംതൃപ്തരാണെന്ന് അവർ ഊന്നി പറഞ്ഞപ്പോൾ ഉർവ പുറപ്പെട്ടു. പ്രവാചകന്റെ അടുത്തെത്തിയ ഉർവ മക്ക അദ്ദേഹത്തിൻ്റെ കൂടി ജന്മഗേഹമാണെന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോൾ പ്രവാചകന്റെ അടുത്തെത്തിയ ഉർവ പ്രവാചകനോട് ഓർമ്മിപ്പിക്കുകയാണ് എന്ത്, താങ്കളുടെയും ജന്മഗേഹമാണ് മക്ക എന്നുള്ളത്. ഒരു അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയെന്ന് മാത്രം. ഖുറൈശികൾക്കും അദ്ദേഹത്തിനുമെതിരെ നിരന്തര യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിലും അലവലാതി ജനങ്ങളുമായി വന്ന് മക്കയിൽ സ്ഥിരവാസികളായ സ്വന്തം ബന്ധുജനങ്ങളുടെ മേൽ ആക്രമണം നടത്തി ആ നഗരം തകർക്കുകയും പിന്നീട് കൂടെ വന്ന ഇതേ ജനങ്ങൾ പ്രവാചകനെ കൈവിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായാൽ അതിൻ്റെ അപമാനം ഖുറൈശികളെ മാത്രമല്ല സ്വന്തത്തെ കൂടി ബാധിക്കും എന്ന് പ്രവാചകന് മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ പ്രവാചകനെ കൈവിടുമെന്ന ഉർവയുടെ വാക്ക് കേട്ട അബൂബക്കർ തത്സമയം ക്ഷുഭിതനായി. സംസാരമധ്യേ ഉർവ മുഹമ്മദിന്റെ താടി ഒഴിഞ്ഞ് കൊഞ്ചുന്നുണ്ടായിരുന്നു.
ഉർവയുടെ കരം പ്രവാചകന്റെ താടിയിലേക്ക് നീളുന്ന ഓരോ തവണയും അപ്പോൾ തിരുസന്നിധിയിൽ നിൽപ്പുണ്ടായിരുന്ന മുഗീറ ബിൻ ശുഅബ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് മുമ്പ് മുഗീറ വധിച്ച 30 ആളുകളുടെ നഷ്ടപരിഹാരം നൽകിയ ദേഹമായിരുന്നു ഉർവ എന്ന വസ്തുത ഇവിടെ അനുസ്മരണീയമത്രേ. ഏതായാലും ഒരു യുദ്ധം നയിക്കാനല്ല, ദൈവാനുശാസനം നിറവേറ്റിക്കൊണ്ട് വിശുദ്ധ ദേവാലയത്തെ ആദരിക്കാനാണ് മുഹമ്മദ് വന്നിട്ടുള്ളതെന്ന് സ്വയം ബോധ്യപ്പെട്ട ശേഷമാണ് ഉർവ മക്കയിലേക്ക് മടങ്ങിയത്. ഖുറൈശികളുടെ അടുക്കൽ തിരിച്ചെത്തിയ അദ്ദേഹം അവരോട് പറഞ്ഞു, കോസ്റോസിനെയും നേഗസിനെയും അവരുടെ കൊട്ടാരങ്ങളിൽ വെച്ച് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദിനെ പോലെ സ്വന്തം ജനതയുമായി ഇത്രയേറെ ഇഴുകിച്ചേർന്ന ഒരു രാജാവിനെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മുഹമ്മദിൻ്റെ അനുചരന്മാർ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്നോ, അവർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഓരോ രോമവും ശ്രദ്ധാപൂർവം എടുത്തുമാറ്റുന്നു. അങ്ങനെ എടുത്തുമാറ്റിയ രോമമാണോ ഇനി മർക്കസിലുള്ളതെന്ന് അല്ലാഹു അലം. അംഗശുദ്ധിക്കായി അദ്ദേഹം ഉപയോഗിക്കുന്ന ജലം പോലും അവർ എടുത്തു സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ കൈവെക്കാൻ ഒരാളെയും അവർ അനുവദിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ സ്വയം തന്നെ തീരുമാനിച്ചുകൊള്ളുക. ഇവിടെ ഉർവയുടെ ദൗത്യം പൂർത്തീകരിച്ചതായിട്ടാണ് ഈ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഉർവ ഈ തരത്തിൽ അഭിപ്രായ പ്രകടനം ഖുറൈശികളോട് നടത്താൻ കുറച്ചുകൂടെ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഹുദൈബിയ സന്ധി വിവരിക്കുന്ന ഹദീസിൽ, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ, വളരെ നീണ്ടൊരു ഹദീസാണ്. ആ ഹദീസിൽ ആ ചരിത്രം പറയുന്നുണ്ട്. ഉർവ അവിടെ നിന്ന് പോകുന്നത് വയറ് നിറച്ച് ഒരു സംഗതി കിട്ടിയിട്ടാണ്. ആ സംഗതി നമുക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാൻ കഴിയില്ല. അത് സ്വഹീഹുൽ ബുഖാരിയിലെ സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് വായിക്കാം. ആ ഹദീസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഹദീസ് വായിക്കുകയും ചെയ്യാം. ഹദീസ് ഇതാണ്: അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉർവ ഇബ്നു മസ്ഊദ് ഹുദൈബിയ ഉടമ്പടിയുടെ ചർച്ചയ്ക്കിടയിൽ ഖുറൈശികൾ ഉർവ ഇബ്നു മസ്ഊദിനെ തങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാനായിട്ട് അയച്ചു. സംസാരിക്കുന്നതിനിടയിൽ ഉർവ പ്രവാചകന്റെ താടിയിൽ തൊട്ട് തടവിക്കൊണ്ട് അനാദരവ് കാണിച്ചു. ഇത് കണ്ട് മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു തൻ്റെ വാളിൻ്റെ ഉറ കൊണ്ട് ഉർവയുടെ കയ്യിൽ അടിക്കുകയും പ്രവാചകനെ തുടരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ ഉർവ നബിയുടെ അനുചരന്മാരുടെ വിശ്വസ്തയെ സംശയിച്ചു തുടങ്ങി. ഒരു യുദ്ധമുണ്ടായാൽ നിങ്ങളുടെ ആളുകൾ നിങ്ങളെ ഉപേക്ഷിക്കും എന്ന് പ്രവാചകനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഷാകുലനായി പരുഷമായി മറുപടി പറഞ്ഞു, പോയി ലാത്തിൻ്റെ ക്ലിറ്റോറിയസ് കുടിക്കൂ. സ്വഹീഹുൽ ബുഖാരിയിലെ 2731 ഹദീസാണ്. ലാത്ത എന്ന് പറയുന്നത് ഈ ഖുറൈശികളുടെ ഒരു ദൈവമാണ്. അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്നും അവർ വിശ്വസിച്ചിരുന്നു. അതിലെ ഒരു പെൺദൈവത്തിൻ്റെ പേരാണ് ലാത്ത് എന്ന് പറയുന്നത്. ഈ ലാത്തിൻ്റെ ക്ലിറ്റോറിയസ് പോയി കുടിക്കൂ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ മറുപടി പറയുന്നത്. ഞാൻ ഈ ഹദീസൊന്നും ഈ ഹുദൈബിയ സന്ധിയുടെ ചരിത്രം വായിക്കുമ്പോൾ പറയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു മുസ്ലിയാർ വാട്സപ്പിലൂടെയുള്ള സംസാരത്തിനിടക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ഒക്കെ തെറി പറയുന്നു എന്ന രൂപത്തിൽ നമ്മളോട് സംസാരിച്ചു. നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത്തരത്തിൽ തെറി വിളിച്ചത് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തെറി വിളിച്ചതൊന്നുമില്ല, അവരെ കുറ്റപ്പെടുത്തൽ തന്നെ തെറി വിളിക്കലാണ് എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ പറയുന്ന മുസ്ലിയാർ അടക്കമുള്ള കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളായ എല്ലാ ബഹുമാന്യരായ പണ്ഡിതന്മാരോടും സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് നിഷേധിച്ചാൽ മുഴുവൻ ഹദീസും നിഷേധിച്ച ഒരു മുർത്തദ്ദായി തീരുമെന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതും? സ്വഹീഹുൽ ബുഖാരിയിലെ സ്വഹീഹായ ഒരു ഹദീസാണ്. ഇനി ഹദീസ് നമ്പർ കിട്ടിയില്ല എന്ന് പറയണ്ട. സ്വഹീഹുൽ ബുഖാരിയിലെ 2731, 32 ഈ ഹദീസുകൾ സുദീർഘമായ ഹദീസാണ്. ഹുദൈബിയ സന്ധിയുടെ ചരിത്രം വിവരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിൽ ഇങ്ങനൊരു ഭാഗമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പ്രവാചകനിൽ ആദ്യം വിശ്വസിച്ച ആളും പ്രവാചകൻ്റെ ഭാര്യയുടെ പിതാവും ഒരുപാട് സവിശേഷതകൾ കൊണ്ട് സമ്പന്നമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഖബർ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയാണ്. പ്രവാചകൻ്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ മരണാനന്തരം പോലും അവരുടെ സൗഹൃദത്തിൻ്റെ ഭാഗമായി അവരുടെ ഖബറുകൾ പോലും അടുത്തടുത്ത നിലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സൗഹൃദം എത്ര ഗാഢമായിരിക്കുമെന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് നമ്മൾ വായിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗം ഉറപ്പ് നൽകപ്പെട്ട ഒന്നാമത്തെ മനുഷ്യനായ
അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത്രയും വൃത്തികെട്ട ഒരു വാക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ കേൾക്കുന്ന തെറിയൊന്നും ഒന്നുമല്ല എന്നേ തൽക്കാലം അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളൂ. എത്ര വൃത്തികെട്ട രൂപത്തിലാണ് ആ ഒരു പദപ്രയോഗം എന്ന് ആലോചിച്ച് നോക്കൂ. അവർ ആരാധിക്കുന്ന ഒരു ദൈവത്തെ, ഒരു സ്ത്രീ കഥാപാത്രമായ ഒരു ദൈവത്തെ, ആ ദൈവത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ പോയി ഓറൽ സെക്സ് ചെയ്യൂ എന്ന് പറയുന്ന തരത്തിലാണ്. എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു സംഭവം ചെയ്യൂ എന്ന് പറയണമെങ്കിൽ, പച്ചക്ക് പറയണമെങ്കിൽ, ഞാൻ ആ ഹദീസ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ ഹദീസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ട്രാൻസ്ലേഷൻ ചെയ്ത് നോക്കൂ. ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ ആ അറബി നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്ത് നോക്കൂ. ഇത്രയും പച്ചക്ക് പച്ചത്തെറി വിളിക്കുന്ന ഒരു ഹദീസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും ആരുടെ പേരിൽ, ആര് വിളിച്ചു എന്നാണ് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു എന്ന്. ഇത് വായിച്ചിട്ട് ഈ 1400 കൊല്ലമായിട്ട് ഈ ഒരു ഹദീസ് നിഷേധിച്ചു കഴിഞ്ഞാൽ മുർത്തദ്ദായി. ഈ ഹദീസൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് അത് വായിക്കുമ്പോഴൊന്നും ഇവർക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വൃത്തികെട്ട ഒരു വേർഡ് ആരാണ് വിളിക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആരുടെ സാന്നിധ്യത്തിലാണ് വിളിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ. ഉർവയോട് പറയുന്ന ആ വൃത്തികെട്ട വാക്കിന്റെ അറബിക് ടെക്സ്റ്റ് കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ വായിക്കാം. സ്വഹീൽ ബുഖാരി 2731 2732. അതിൻ്റെ അവസാന ഭാഗത്തിൽ ഔഷാബം മിനന്നാസി ഖലീഖം ഐ യഫിറു വയദഊക ഫഖാല ലഹു അബൂ ബക്രിൻ ഇംസുസ് ബൽറല്ലാത്ത് അനഹ്നു നഫിറു അൻഹു വനദഊഹു ഫഖാല മൻ ഖാലു അബൂബക്കർ. അങ്ങനെ ഹദീസ് നീണ്ടുപോവാണ്. എന്താണ് ആ വാക്ക്? ഫഖാല ലഹു അബൂബക്കറിൻ ഇംസുസ് ബൽറല്ലാത്ത്. ലാത്തയുടെ ഡാഷ് ഡാഷ് ഡാഷ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. നിങ്ങൾ പരിശോധിക്കൂ. എന്ത് മറുപടി പറയാനുണ്ട്? മുമ്പ് നമ്മൾ മൂസാ നബി തുണിയില്ലാണ്ട് ഓടിയ ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് മൂസാ നബിയുടെ സ്വകാര്യ ഭാഗങ്ങൾ അന്നത്തെ സമുദായത്തിലുള്ള ആളുകൾ കാണുകയും ഒക്കെ ചെയ്ത സംഭവമുണ്ട്. വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള ഒരു കഥ. ഈ കഥ പ്രവാചകൻ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ആ ഹദീസിലുള്ളത്. അപ്പോൾ അത് കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ പ്രവാചകൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും കൾച്ചറില്ലാത്ത ആളുകളെയാണ് ലോകത്തിൻ്റെ മാതൃകാ പുരുഷന്മാരും അതുപോലെ തന്നെ സ്വർഗാവകാശികളും ഒക്കെ ആയിട്ട് പരിചയപ്പെടുത്തുന്നതെങ്കിൽ ഒന്നും അതിൽ പറയാനില്ല. ഇതൊക്കെ എങ്ങനെ മാതൃകയാക്കാൻ പറ്റുന്നു കൂടി ഒന്ന് വിശദീകരിച്ചൂടെ? ഇപ്പം ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വൃത്തികെട്ട തെറി, ഇത് പഠിച്ച ഒരാൾ തീർച്ചയായിട്ടും അങ്ങനെ തെറി വിളിക്കുന്നത് തെറ്റല്ല. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടുണ്ടല്ലോ എന്നല്ലേ മനസ്സിലാക്കുക. ഇതൊക്കെ മൂടി വെച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ സമൂഹ മധ്യത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് ഇറങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മൗലവിമാരെ, നിങ്ങളുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിത പുരോഹിതന്മാർ എഴുതിയ മറ്റ് കിതാബുകളിലും അവരുടെ പ്രഭാഷണങ്ങളിലും ഒക്കെയുള്ള ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായ ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട് താടി ഒഴിഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ പറ്റിച്ച് ഒന്നും അറിയാത്തവനെ പോലെ സുഖലോലുപതയിൽ ജീവിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ദൈവത്തെയും മതത്തെയൊക്കെ അതിന് കരുവാക്കിക്കൊണ്ട് ജീവിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങളിൽ എത്ര പേർക്ക് ദൈവത്തിൽ ആത്മാർത്ഥമായ വിശ്വാസമുണ്ട്? എനിക്ക് അനുഭവമുണ്ട്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാർ ദൈവത്തെ ഒരൽപ്പം പോലും മാനിക്കുന്നില്ല എന്ന്. പല പണ്ഡിതന്മാരുടെയും പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇവരൊക്കെ ദൈവനിഷേധികളാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരത്തിലാണ് പല പണ്ഡിതന്മാരുടെയും അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ വെറും ബിസിനസ് മാത്രമാണ്. ഇതിലൊന്നും ഒരു ആത്മീയതയുമില്ല. ഒരു ആത്മീയതയുടെ ചെറിയൊരംശം മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ പറയുന്ന പച്ചത്തെറി വിളിക്കുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ പോലും വിളിക്കാത്ത തരത്തിലുള്ള ഇത്രയും വൃത്തികെട്ട തെറി ആരാ വിളിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എങ്ങനെ ഇതിനെ ന്യായീകരിക്കും പ്രിയപ്പെട്ടവരെ? അപ്പോൾ നമ്മൾ വായിച്ചു വന്നത് ഉർവക്ക് വയറ് നിറച്ച് കിട്ടിയത് കൊണ്ട് ഖുറൈശികളുടെ അടുത്ത് പോയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എങ്ങനെ വയറ് നിറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ കേട്ട സംഭവം. ആ സംഭവം അത്രയും വയറ് നിറച്ച് കിട്ടണമെങ്കിൽ, അതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടണമെങ്കിൽ ചില്ലറ ഭാഗ്യമൊന്നുമല്ല ഉർവക്കുണ്ടായത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അടുത്തത്, മുഹമ്മദും ഖുറൈശികളും തമ്മിലുള്ള അനുരഞ്ജന സംഭാഷണങ്ങൾ ഇவ்விധം നീണ്ടുപോയി. ഏത് വിധം? ഇவ்விധം. ഈ ഉറവക്ക് കിട്ടിയതുപോലെ നീണ്ടുപോയി. ഇതാണ് പ്രത്യേക തരത്തിലുള്ള കാരുണ്യവും പ്രത്യേക തരത്തിലുള്ള സമാധാനത്തിൻ്റെ സംഭാഷണങ്ങളും ഒക്കെ കേട്ടോ.
മുഹമ്മദും ഖുറൈശികളും തമ്മിലുള്ള അനുരഞ്ജന സംഭാഷണങ്ങൾ ഇவ்விധം നീണ്ടുപോയി. തങ്ങൾ നേരിട്ട് കണ്ട വസ്തുതകൾ ഖുറൈശികളെ ബോധ്യപ്പെടുത്തുന്നതിൽ അവരുടെ പ്രതിനിധികൾ വേണ്ടത്ര ധൈര്യപ്പെട്ടിട്ടുണ്ടാവില്ലേ എന്ന് മുഹമ്മദ് ശങ്കിച്ചു. അതിനാൽ മുസ്ലിങ്ങളുടെ നിലപാട് ഖുറൈശികളെ അറിയിക്കാൻ സ്വന്തം പക്ഷത്ത് നിന്ന് തന്നെ അദ്ദേഹം ഒരു ദൂതനെ അവരുടെ അടുത്തേക്ക് നിയോഗിച്ചു. മക്കക്കാർ മുഹമ്മദിന്റെ പ്രതിനിധിയുടെ ഒട്ടകത്തിന്റെ കഴുത്തറുത്തു. ദൂതനെ തന്നെ അവർ വധിക്കാൻ തുനിഞ്ഞു. പക്ഷേ അഹാബീഷ് ഗോത്രക്കാർ തക്ക സമയത്ത് ഇടപെട്ട് അയാളെ മോചിപ്പിച്ചു. മക്കക്കാരുടെ ഈ നടപടി അവരുടെ ശത്രുതാ മനോഭാവം നഷ്ടമാക്കി. ഇതേ തുടർന്ന് മുസ്ലിങ്ങളുടെ ക്ഷമ നശിച്ചു. ഇനി യുദ്ധം തന്നെ നല്ലതെന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ അയച്ചപ്പോൾ ആ ദൂതൻ്റെ ഒട്ടകത്തെ ഈ ഖുറൈശികൾ കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ ആ ദൂതനെയും കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇത് മുസ്ലിങ്ങളുടെ ക്ഷമ നശിപ്പിച്ചു. ഖുറൈശികളിൽപ്പെട്ട ചില അവിവേകർ രാത്രി മുസ്ലിം തമ്പുകളുടെ നേരെ കല്ലേറ് നടത്തി. മുസ്ലിങ്ങളെ ആക്രമിക്കാനായി 19 പേർ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ മുസ്ലിങ്ങളാൽ വളഞ്ഞു പിടിക്കപ്പെട്ട ആക്രമണകാരികൾ പ്രവാചക സന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് അവരെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുക കാരുണ്യത്തിൻ്റെ പ്രവാചകൻ കാരുണ്യം കാണിച്ചു. യഥാർത്ഥത്തിൽ അതൊരു തന്ത്രമാണ് എന്നുള്ളത് ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. യുദ്ധം വിലക്കപ്പെട്ട വിശുദ്ധ മാസത്തെയും രക്തം ചിന്താൻ പാടില്ലാത്ത ഹറമിന്റെ അതിർത്തിയിൽപ്പെട്ട ഹുദൈബിയ പ്രദേശത്തിന്റെ പവിത്രതയെയും മാനിച്ചുകൊണ്ടും സമാധാനപരമായ തന്റെ പൊതുപദ്ധതികളുടെ ഭാഗമെന്ന നിലയിലും ആയിരുന്നു ഈ നടപടി. ഇത് ഖുറൈശികളെ ഉത്തരമുട്ടിച്ചു. മുഹമ്മദ് യുദ്ധത്തിനാണ് വന്നതെന്ന അവരുടെ വാദഗതിക്ക് ഇതോടെ നിൽക്കക്കള്ളി ഇല്ലാതായി. അപ്പോൾ പ്രവാചകൻ ഖുറൈശികളെ ആക്രമിക്കാൻ വന്നതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ബന്ദികളായി പിടിച്ച ആളുകളെ വിട്ടയച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു സന്ദർഭമാണെങ്കിൽ ആ ബന്ദികളെ അടിമകളാക്കി പിടിച്ച് മുസ്ലിങ്ങളുടെ ഭാഗത്ത് തന്നെ വെക്കുകയാണല്ലോ ചെയ്യുക. ഈ ബന്ദികളായ ആളുകളെ തിരിച്ചയച്ചത് മൂലം ഖുറൈശികൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഞങ്ങൾ യുദ്ധത്തിനല്ല വന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആ ബന്ദികളെ വിട്ടയച്ചത്. പ്രവാചകൻ മറ്റൊരു ദൂതനെ നിയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഖുറൈശികളുടെ ക്ഷമ പരിശോധിച്ചു. ദൗത്യ നിർവഹണത്തിന് അദ്ദേഹം ഉമർ ബിൻ ഖത്താബിനെ തിരഞ്ഞെടുത്തു. ഖുറൈശി പ്രമുഖന്മാരെ തൻ്റെ സന്ദേശം അറിയിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഉമറിൻ്റെ കുടുംബമായ ബനു അദീബിനു കാബിൽപ്പെട്ട ആരും ഖുറൈശികളിൽ ഇല്ലായിരുന്നു. ഉമറാണെങ്കിൽ ഖുറൈശികളുടെ ദൃഷ്ടിയിൽ അവരുടെ ബദ്ധശത്രുവുമാണ് താനും. ഈ പശ്ചാത്തലത്തിൽ അവർ പ്രതികരിക്കാൻ ഒരുങ്ങുന്ന പക്ഷം അദ്ദേഹത്തിനവിടെ സംരക്ഷണം നൽകാൻ ആരും ഉണ്ടാവില്ല. ഉമർ ഈ കാര്യം പ്രവാചകനെ തെര്യപ്പെടുത്തി. തന്നേക്കാൾ ഖുറൈശികൾക്കിടയിൽ സംരക്ഷണം ലഭിക്കാൻ സാധ്യതയുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാനെ ഈ ദൗത്യത്തിനു വേണ്ടി നിയോഗിക്കാൻ പ്രവാചകനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രവാചകൻ തൻ്റെ ജാമാതാവായ ഉസ്മാൻ ബിൻ അഫ്ഫാനെ അബൂ സുഫിയാൻ്റെയും ഖുറൈശി പ്രമുഖരുടെയും അടുത്തേക്ക് അയച്ചു. ഉസ്മാൻ മക്കയിലേക്ക് യാത്രയായി. വഴിക്ക് വെച്ച് അദ്ദേഹം അബാൻ ബിൻ സായിദിനെ കണ്ടുമുട്ടി. ദൗത്യ നിർവഹണം പൂർത്തിയാക്കുന്നത് വരെ അബാൻ അദ്ദേഹത്തിന് സംരക്ഷണം വാഗ്ദാനം ചെയ്തു. മക്കയിലെത്തിയ ഉസ്മാൻ ഖുറൈശി നേതാക്കളെ കണ്ട് പ്രവാചകന്റെ സന്ദേശം അവരെ അറിയിച്ചു. അവരുടെ പ്രതികരണം ഇതായിരുന്നു: താങ്കൾക്ക് വേണമെങ്കിൽ കാബ പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതർ പ്രദക്ഷിണം ചെയ്യുന്നത് വരെ ഞാനത് ചെയ്യില്ല. ഈ പുരാതന മന്ദിരം സന്ദർശിച്ച് ആദരവുകൾ അർപ്പിക്കാനും ആരാധനാ ചടങ്ങുകൾ നിർവഹിക്കാനും മാത്രമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒപ്പം ഞങ്ങൾ ബലിമൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവയുടെ ബലി നിർവഹിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായി ഞങ്ങൾ മടങ്ങുന്നതാണ്. ഈ വർഷം മുഹമ്മദിനെ മക്കയിൽ പ്രവേശിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് തങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്ന് ഖുറൈശികൾ തീർത്തു പറഞ്ഞു. സംഭാഷണം നീണ്ടു. ഉസ്മാൻ കുറെ കൂടി ദിവസങ്ങൾ അവിടെ തങ്ങാൻ നിർബന്ധിതനായി. ഉസ്മാൻ മടങ്ങി വരാൻ വൈകുന്നത് കണ്ട മുസ്ലിങ്ങൾ അദ്ദേഹത്തെ ഖുറൈശികൾ ചതിച്ചു കൊന്നോ എന്ന് ശങ്കിച്ചു. ദേവാലയ സന്ദർശനത്തിനായുള്ള മുസ്ലിങ്ങളുടെ അഭിലാഷവും ഈ വർഷം മുഹമ്മദിനെ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് തങ്ങളെടുത്ത പ്രതിജ്ഞയും പൊരുത്തപ്പെടുത്തി ഒരു പരിഹാര മാർഗം കാണാൻ ഉസ്മാനുമായി ചർച്ച ചെയ്യുകയായിരിക്കാം ഈ സമയം അത്രയും ഖുറൈശി നേതാക്കൾ. ഉസ്മാന്റെ ആത്മാർത്ഥതയും സമാധാന താൽപര്യതയും ബോധ്യപ്പെട്ട അവർ മുഹമ്മദുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റി ഒരു വേള സംഭാഷണം നടത്തുകയും ചെയ്യുന്നതായിരിക്കാം എന്ന് ഇവർ വിചാരിച്ചു. അതെന്തായാലും ഹുദൈബിയയിലുള്ള മുസ്ലിങ്ങൾ ഉസ്മാന്റെ സ്ഥിതി ആലോചിച്ച് അത്യന്തം അസ്വസ്ഥരായി. അറബികൾ മുഴുവൻ വിശ്വസിക്കും പ്രകാരം മക്കയുടെയും കാബയുടെയും പുണ്യപ്രദേശത്ത് വെച്ച് ഒരാൾക്കും തൻ്റെ ശത്രുവിനെ ഹനിക്കാൻ അനുവാദമില്ലാത്ത ഈ ഒരു സമാദരണീയമായ മാസത്തിൽ ഖുറൈശികൾ ഉസ്മാനെ ചതിച്ചു കൊന്ന ചിത്രം അവരുടെ ഭാവനയിൽ കണ്ടു. അപ്പോൾ ഈ പ്രവാചകനും സഹാബത്തും ഭാവനയിൽ കാണുകയാണ് ഈ മധ്യസ്ഥനായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞയച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുണ്ടാകാം. അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ പവിത്രമായ ഹറം ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രദേശത്ത് വെച്ച് കൊല നടത്തി അതുപോലെ തന്നെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് കൊല നടത്തിയതെങ്കിൽ അത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ഇവർ ഊഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൊല നടന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇവർ ഊഹിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരാതായപ്പോൾ അങ്ങനെ കൊന്നിട്ടുണ്ടാകാം
എന്ന് അവർ ഊഹിക്കുകയാണ്. കേവലം സമാധാന സന്ദേശമായി ചെന്ന ഒരു മനുഷ്യനെ ഖുറൈശികൾ വകവരുത്തിയതായി ഭാവനയിൽ കണ്ട ആ ചിത്രം അവരെ രോഷാകുലരാക്കി. ഭാവനയിൽ അവരങ്ങനെ കണ്ടിട്ട് അത് അവരെ രോഷാകുലരാക്കുകയാണ്. ക്രുദ്ധരായ അവർ കരങ്ങൾ വാൾപിടിയിൽ അമർന്നു. ശത്രുവിനെ വകവരുത്തിയല്ലാതെ ഇനി അടങ്ങിയിരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അനുയായികളോട് യുദ്ധസന്നാഹത്തിന് ആഹ്വാനം ചെയ്തു. ഹുദൈബിയ താഴ്വരയിലെ ഒരു വൃക്ഷച്ചുവട്ടിൽ വെച്ച് മരിച്ചാലും തങ്ങൾ യുദ്ധരംഗം വിട്ട് പിന്തിരിഞ്ഞോടില്ലെന്ന് പ്രവാചകനോട് അവർ പ്രതിജ്ഞ ചെയ്തു. ആ അചഞ്ചലമായ വിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി പ്രവാചകൻ കരം ഗ്രഹിച്ചുകൊണ്ട് ഉസ്മാന്റെ ഘാതകരോടുള്ള പ്രതികാര വാഞ്ചയാൽ വികാര വിജൃംഭിതരായ അവർ ചെയ്ത ഈ പ്രതിജ്ഞ ബൈത്തുർ റിൽവാൻ പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രസ്തുത സംഭവത്തോടെയാണ് ഈ ഖുർആൻ സൂക്തം പരാമർശിക്കുന്നത്. ആ വിശ്വാസികളിൽ അള്ളാഹു സംപ്രീതനായിരിക്കുന്നു. വൃക്ഷച്ചുവട്ടിൽ വെച്ച് അവർ നിന്നോട് പ്രതിജ്ഞ ചെയ്ത സന്ദർഭം അപ്പോൾ അവന് അറിയാമായിരുന്നു, അവരുടെ അന്തർഗതം. അങ്ങനെ അവരുടെ മേൽ അവൻ പ്രശാന്തി വർഷിച്ചു, ആസന്നമായ ഒരു വിജയം അരുളുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത അള്ളാഹു ഖുർആനിലൂടെ അറിയിക്കുകയും ചെയ്തു എന്നും. മുസ്ലിങ്ങൾ പ്രതിജ്ഞ പൂർത്തിയാക്കിയപ്പോൾ പ്രവാചകൻ തൻ്റെ ഒരു കരം മറ്റേ കരത്തിന്മേൽ വെച്ച് ഉസ്മാനു വേണ്ടി പ്രതിജ്ഞ നിർവഹിച്ചു. തദവസരത്തിൽ ഉസ്മാനും അവരോടൊപ്പം സന്നിഹിതനായിട്ടുണ്ടെന്ന മട്ടിൽ. ഇതോടെ ഉറയിൽ വിശ്രമിക്കുകയായിരുന്ന ഖഡ്ഗങ്ങൾ പ്രകമ്പിതരായി. യുദ്ധം അത്യാസന്നമാണെന്ന് മുസ്ലിങ്ങളെല്ലാം അസന്നിഗ്ധമായി മനസ്സിലാക്കി. പൂർണ്ണ മനസ്സംതൃപ്തിയോടെ സ്വസ്ഥചിത്തരായി ഒന്നുകിൽ വിജയത്തിൻ്റെ അല്ലെങ്കിൽ രക്തസാക്ഷ്യത്തിൻ്റെ നാളും പ്രതീക്ഷിച്ചിരിപ്പായി അവർ. സംഘർഷാത്മകമായ അന്തരീക്ഷം നിലനിൽക്കെ ഉസ്മാൻ വധിക്കപ്പെട്ടിട്ടില്ലെന്ന വിവരം ലഭിച്ചു. അധികം താമസിയാതെ അദ്ദേഹം നേരിൽ അവിടെ ഹാജരാവുകയും ചെയ്തു. എങ്കിലും രണ്ടാം അക്കബ ഉടമ്പടിയെ പോലെ റിൽവാൻ പ്രതിജ്ഞയും മുസ്ലിം ചരിത്രത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി നിലനിൽക്കുന്നു. രണ്ടാം അക്കബ ഉടമ്പടി പോലെ ഈ റിൽവാൻ പ്രതിജ്ഞയും മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി നിലനിൽക്കുന്നു. ഈ സുപ്രധാന നാഴികക്കല്ലായി നിലനിൽക്കുന്ന ഈ സംഭവം യഥാർത്ഥത്തിൽ ഊഹിച്ചുണ്ടാക്കിയ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ നാഴികക്കല്ല് ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടിട്ടില്ല. അവിടെ ചർച്ചകൾ പുരോഗമിക്കുകയും അങ്ങനെ കുറച്ച് ടൈം എടുക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് സ്വയം ഊഹിക്കുകയും അങ്ങനെ കരുതുകയും ഉസ്മാൻ്റെ ഘാതകർക്കെതിരെ പട നയിക്കാൻ യുദ്ധം നടത്താനായിട്ട് പ്രതിജ്ഞ എടുക്കുകയും ചെയ്ത ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ അത് നാഴികക്കല്ലായി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഈ പ്രതിജ്ഞയുടെ അനുസ്മരണം പ്രവാചകനെ അതീവ സന്തുഷ്ടനാക്കി. എന്തുകൊണ്ടെന്നാൽ തനിക്കും തൻ്റെ അനുചരന്മാർക്കിടയിലുള്ള സുദൃഢമായ ബന്ധത്തെ, നിർഭയമായി മരണത്തെ അഭിമുഖീകരിക്കാനുള്ള അവരുടെ ത്യാഗസന്നദ്ധതയും സുതാര്യം തെളിയിച്ചു കാട്ടിയ സംഭവമായിരുന്നു അത്. തിരുസന്നിധിയിൽ മടങ്ങിയെത്തിയ ഉസ്മാൻ ഖുറൈശികളുടെ പ്രതികരണം അറിയിച്ചു. പ്രവാചകനും അനുചരന്മാരും തീർത്ഥാടനം മാത്രം ലക്ഷ്യം വെച്ചു വന്നതാണെന്നതിൽ അവർക്കൊട്ടും സംശയമുണ്ടായിരുന്നില്ല. പുണ്യമാസങ്ങളിൽ അറബികളിൽ ആരും തന്നെ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിൽ നിന്നും തടയാൻ തങ്ങൾക്ക് സാധ്യമല്ലെന്ന കാര്യവും അവർക്കറിയാം. എന്നിട്ടും ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ പ്രവാചകനോട് യുദ്ധം ചെയ്യാനും അദ്ദേഹത്തിന്റെ മക്ക പ്രവേശനം തടയാനും അവർ സൈന്യത്തെ നിയോഗിച്ചു. ഇരുപക്ഷങ്ങൾക്കുമിടയിൽ ചില്ലറ സംഘടനകൾ നടക്കുകയുണ്ടായി. ഇത്രയും സംഭവിച്ചതിനു ശേഷം ഇനി മുഹമ്മദിനെ മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ തങ്ങൾ പരാജിതരായിരിക്കുമെന്ന് അറബികൾക്കിടയിൽ അതൊരു സംസാരത്തിനിടയാക്കും. അറബികൾക്കിടയിൽ തങ്ങളുടെ സ്ഥാനത്തിനിടിവ് പറ്റാൻ അത് കാരണമായി തീരും. അതിനാൽ ഈ വർഷം സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ലാതെ തങ്ങൾക്ക് നിർവാഹമില്ല. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഇരുകൂട്ടർക്കും മോചനം ലഭിക്കുന്നതിനുള്ള ഒരു മാർഗത്തെപ്പറ്റി പരസ്പരം ആലോചിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും യുദ്ധം അനിവാര്യമായി തീരും. എങ്കിലും 2 കാരണങ്ങളാൽ ഈ മാസങ്ങളിൽ തങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അവർ വ്യക്തമാക്കി. ഒന്നാമതായി ഈ മാസങ്ങളുടെ പവിത്രത മാനിച്ച്, രണ്ടാമതായി ഇന്ന് അവയുടെ പവിത്രത മാനിക്കാതെ യുദ്ധത്തിനിടയാക്കിയാൽ ഇനി അത്രയും പവിത്രത പിച്ച് ചീന്തപ്പെടുന്ന എന്ന് ഭയന്ന് ഭാവിയിൽ മക്കയിലേക്ക് നിർഭയരായി വരാൻ അറബികൾക്ക് സാധ്യമാവാതെ വരും. അത് മക്കയിലെ കമ്പോളത്തെ, തദ്ദേശവാസികളുടെ ഉപജീവന മാർഗത്തെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് യുദ്ധമില്ലാതെ അനുരഞ്ജനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇരുകൂട്ടരും ശ്രമിച്ചു. നമ്മളിത് സ്പീഡിൽ വായിച്ചു പോവുകയാണ്, കാരണം ഒരുപാട് വായിക്കാനുള്ളത് കൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളതുകൊണ്ട് നമ്മൾ സ്പീഡിൽ വായിച്ചു പോവുകയാണ്. ഉഭയകക്ഷികൾക്കിടയിൽ വീണ്ടും അനുരഞ്ജന സംഭാഷണങ്ങൾ ആരംഭിച്ചു. ഖുറൈശികൾ സുഹൈൽ ബിൻ അംറിന്റെ ദൗത്യവാഹകനായി നിയോഗിച്ചു. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, മുഹമ്മദിന്റെ അടുത്ത് ചെന്ന് സന്ധി ചെയ്യുക. ഈ വർഷം അദ്ദേഹം മടങ്ങിപ്പോവുമെന്നതല്ലാതെ ഒരു സന്ധി ഉണ്ടാവരുത്. ദൈവത്താണ് മുഹമ്മദ് നമ്മെ മറികടന്ന് മക്കയിൽ പ്രവേശിച്ചു എന്ന് അറബികൾ സംസാരിക്കാൻ ഒരിക്കലും ഇടവരാതിരിക്കട്ടെ. സുഹൈൽ പ്രവാചക സന്നിധിയിലെത്തി. സന്ധിയെയും അതിലെ ഉപാധികളെയും കുറിച്ച് സംഭാഷണങ്ങൾ നീണ്ടുപോയി. സംഭാഷണം അലസിപ്പോകുന്ന ഘട്ടങ്ങളുണ്ടായി. എങ്കിലും സംഭാഷണം വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് ഇരുകൂട്ടരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. പ്രവാചകന്റെ ചുറ്റും നിന്ന് മുസ്ലിങ്ങൾ ഈ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. പല പ്രശ്നങ്ങളിലും സുഹൈൽ കടുംപിടുത്തം പിടിക്കുകയും അതേ അവസരത്തിൽ പ്രവാചകൻ വിട്ടുവീഴ്ചകൾ അനുവദിക്കുകയും ചെയ്യുന്നത് കണ്ട മുസ്ലിങ്ങൾ
അക്ഷമരായി കാണപ്പെട്ടു. പ്രവാചകനിൽ മുസ്ലിങ്ങൾക്കുള്ള ഉറച്ച വിശ്വാസം തിരുമേനിയുടെ വിശ്വസത്തിനുള്ള ദൃഢബോധ്യവും ഇല്ലായിരുന്നെങ്കിൽ പ്രസ്തുത ഒത്തുതീർപ്പ് അവർ ഒരിക്കലും അംഗീകരിക്കുമായിരുന്നില്ല. മരണം തൃണവൽക്കരിച്ചുകൊണ്ട് മക്കയിൽ പ്രവേശിക്കാൻ അവർ യുദ്ധത്തിന് ഇറങ്ങുമായിരുന്നു. ഉമർ ബിൻ ഖത്താബിനെ പോലെയുള്ള കരുത്തരായ വ്യക്തികൾ പോലും ഈ കരാറിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. സംഭാഷണാനന്തരം അബൂബക്കറിന് പിന്നാലെ ചെന്ന് ഉമർ അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ച സ്ഥിതി വരെ ഉണ്ടായി. അബൂബക്കർ, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനല്ലേ? അതേ, അബൂബക്കർ പറഞ്ഞു. നാം മുസ്ലിങ്ങളല്ലേ? ഉമർ വീണ്ടും ചോദിച്ചു. അതേ, അബൂബക്കർ മറുപടി പറഞ്ഞു. പിന്നെ എന്തിന് നാം നമ്മുടെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഭയപ്പാട് ഏറ്റുവാങ്ങുന്നു? ഉമർ അബൂബക്കറിനെ താക്കീത് ചെയ്തു. അതിര് വിടാതിരിക്കുക. അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാനും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഉമർ ദേഷ്യഭാവത്തോടുകൂടി തിരിച്ചടിച്ചു. ഉമർ അവിടെ നിന്ന് നേരെ മുഹമ്മദിൻ്റെ അടുക്കലേക്ക് ചെന്നു, ഒത്തുതീർപ്പ് സംബന്ധിച്ച് മനസ്സിൽ പതിഞ്ഞു പൊങ്ങിയ അതേ അമർഷത്തോടെ. പക്ഷേ പ്രവാചകൻ തീരുമാനത്തിൽ യാതൊരു ഇളക്കവും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഉമറുമായി നടന്ന സംസാരത്തിനൊടുവിൽ തിരുമേനി പറഞ്ഞത് ഇപ്രകാരമാണ്: അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ് ഞാൻ. അവൻ്റെ കൽപ്പനകൾ ഞാൻ ലംഘിക്കുകയില്ല. ഒരിക്കലും അവൻ എന്നെ പാഴാക്കി കളയുകയുമില്ല. ഇത്രയും സംഭവ വികാസങ്ങൾക്കൊടുവിൽ കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ്. അങ്ങനെ അവർ കരാറിലെ വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ എഴുതുകയും കരാറിൽ ഏർപ്പെടുകയുമാണ് ചെയ്യുന്നത്. ആ ഭാഗം നമുക്ക് പാർട്ട് 3 ആയിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. കാരണം ഇത്രയും ലെങ്ത് ആയതുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും അടുക്കൽ ഖുറൈശികൾ മധ്യസ്ഥന്മാരെ അയച്ചു. അതേപോലെ തന്നെ പ്രവാചകൻ തിരിച്ചങ്ങോട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ സുഹൈൽ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഒരു കരാർ എഴുതുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇനി കരാർ എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഈ കരാറിലെ വ്യവസ്ഥകളും അത് പാലിച്ചതും അത് ലംഘിച്ചതും അവസാനം ഇതിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പാർട്ട് 3-ൽ വിവരിക്കാമെന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സുദീർഘമായി വായിച്ച് തന്നെ നിങ്ങളെ കേൾപ്പിച്ചത് ഒരു മധ്യസ്ഥ ശ്രമം നമ്മൾ അതത്ര പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ അത് പൊക്കിപ്പിടിച്ച് ഇസ്ലാമിസ്റ്റുകൾ ഈ പാവപ്പെട്ട വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും ആ കാര്യങ്ങൾ ഓരോ മധ്യസ്ഥ ശ്രമങ്ങളും കൃത്യമായി തന്നെ വായിച്ച് കേൾപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഏതായാലും ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട പാർട്ട് 2 വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, സത്യം കണ്ടെത്താൻ ശ്രമിക്കുക. ആ സത്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് മുറുകെ പിടിക്കുകയും ജീവിതാവസാനം വരെ അത് ജീവിതത്തിൽ പകർത്തുകയും അതിനനുസൃതമായി ജീവിതം ക്രമീകരിക്കുകയും ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ആ സത്യത്തിന് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.